അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ചാലഞ്ചിന് ശേഷം നമ്മൾ അടുത്തായിട്ട് അവതരിപ്പിക്കുന്നു ടാപ്പ് ബോൾ മാച്ച്. ഒന്നും ചെയ്തിട്ട് ഒളിക്കാൻ പോലും പറ്റില്ല. അണ്ണാക്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ക്യാമറ. ഗൈസ്, ഇവിടുത്തെ ബാറ്റിങ്ങിലെ ഏറ്റവും സമ്പൂർണ്ണ പരാജയം ഇന്ന് ഞാനാണ്. വിജയിക്കുന്ന ടീമിന് നമ്മൾ തന്നെ ട്രോഫി, അതുകൊണ്ട് തന്നെ ഒരു വാശി ഉണ്ടായിരിക്കും. ആര് ജയിക്കും നമുക്ക് നോക്കാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ചാലഞ്ചിന് ശേഷം നമ്മൾ അടുത്തായിട്ട് അവതരിപ്പിക്കുന്നു ടാപ്പ് ബോൾ മാച്ച്. ടാപ്പ് ബോൾ മാച്ചിൽ നമ്മൾ രണ്ട് ടീമുകൾ, നമ്മുടെ ടീം തന്നെയാണ്, നമ്മുടെ ടീമിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് ടാപ്പ് ബോൾ മാച്ച് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടാപ്പ് ബോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ജനുവരിയിൽ നമുക്കൊരു KMC ടൂർണമെന്റ്, അതായത് ടെന്നീസ് ബോളിന്റെ വേൾഡ് കപ്പ് എന്നറിയാൻ പോകുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ്, അറിയപ്പെടുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കാൻ വേണ്ടി പോകണം എറണാകുളത്ത് വെച്ചിട്ട്. അപ്പോൾ അതിന്റെ എൻട്രി എന്ന് പറയുന്നത് 40,000 രൂപയാണ്. ആലോചിച്ചു ഗൈസ്, 40,000 രൂപ. അപ്പൊ നമ്മള് പണ്ടൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കളിക്കാൻ പോകാനൊക്കെ, പക്ഷേ സാമ്പത്തികം പിന്നെ എല്ലാം നല്ല ടീമുകളാണ് പറഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത്രയും നല്ല ടീമുകൾ വരുള്ളൂ. ഇപ്രാവശ്യം നമുക്കൊരു സ്പോൺസറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ UD കഴക്കൂട്ടത്തുള്ള ടീം അവർ ജേഴ്സി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവർ ജേഴ്സി സ്പോൺസർ ചെയ്ത് നമുക്കുള്ള എൻട്രി എല്ലാം ചെയ്ത് നമ്മൾ കളിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിനോടകം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തോക്കും അല്ലേ, എന്നാൽ നമ്മൾ പൊരുതി തോക്കും. അതായത് എനിക്ക് പേഴ്സണലി എനിക്ക് വലിയ ടീമിനോട് കളിക്കണമെന്നാണ്, ഫസ്റ്റ് കളിക്കുന്ന വലിയ ടീമിനോട് തന്നെ കളിക്കണം. കാരണം അവര് എന്തായാലും ഇത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന നിലയ്ക്ക് നമുക്ക് അവിടെ കളിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം. സോ ആ കളിക്കുന്ന ടീമിന്, ഓപ്പോസിറ്റ് ടീമിന് ഒരു ഈസി വിൻ അല്ലാതെ അവർക്കൊരു ഹാർഡായിട്ട് തന്നെ വിൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നു അല്ലേ. അപ്പൊ അതിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു മാച്ച് ചെയ്യണം. അപ്പോൾ വിജയിക്കുന്ന ടീമിന് നമ്മൾക്ക് തന്നെ ട്രോഫി, അതുകൊണ്ട് തന്നെ ഒരു വാശി ഉണ്ടായിരിക്കും. ടാർസനും രാമനൊക്കെ അവിടെ വരുന്നതായിരിക്കും. അപ്പൊ അതിനുമ്പ് നമുക്ക് ഒരു 4 ബോൾ കൂടി ചുറ്റാനുണ്ട്, നമുക്കത് ചുറ്റാം. ടാപ്പിന്റെ കളർ ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ. ഇതെന്റെ അനിയെ വേറെ കളർ എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പൊ ഇനി ഇത് ഇളക്കിയിട്ട് ഒന്നേ ചുറ്റേണ്ടിയിരിക്കുന്നു. കോസ്കോ ബോളാണ് കേട്ടോ കഴിഞ്ഞ വർഷം വരെ ടൂർണമെന്റ് നടത്തിയിട്ടുള്ളത്. ഇനി ഈ വർഷം ബോൾ മാറ്റമില്ല എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ടാപ്പ് ചുറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കളിക്കുന്നത്. ബോൾ നല്ല സ്പീഡിൽ സ്ലൈഡ് ചെയ്ത് വരും, പിന്നെ സ്വിങ് എല്ലാം കിട്ടും. പിന്നെ അതുപോലെ തന്നെ റൂഫ് ടോപ്പ് 6 ഉണ്ട്. അങ്ങനെയാണ് കളിക്കുന്നത്. പൊതുവെ ക്രിക്കറ്റ് പ്ലേയേഴ്സിനൊക്കെ അറിയാം. സാധാരണ ക്രിക്കറ്റിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് ചിലപ്പം ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം കാണൂല. എനിക്കും സത്യം പറഞ്ഞ ടാപ്പ് ബോൾ ടൂർണമെന്റ് ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. ഇത് എന്തിനാണ് ടാപ്പ് ചുറ്റി കളിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. സോ എന്തായാലും നല്ല ഒരു ഗെയിമാണ്. അപ്പോൾ ഇത് ചുറ്റുന്നതിനൊക്കെ ഒരു വകുപ്പുണ്ട്. ഞാൻ ഇതൊക്കെ അവരെ നോക്കി കണ്ടുപിടിച്ചാണ് കേട്ടോ. ഇങ്ങനെ വേണം നമ്മൾ ചുറ്റാനായിട്ട്. ക്രോസ് ചുറ്റി പോകണം. കറക്റ്റ് ഒരു കിടില സർക്കിളായിട്ട് വരും. ഇത് ചുറ്റുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ബോള് ടപ്പനെ ഇളവും ഈ ടാപ്പൊക്കെ 2-3 അടി കിട്ടുമ്പോഴത്തേക്കും. എന്നിട്ട് വീണ്ടും ഇരുന്ന് ചുറ്റണം. എനിക്ക് തോന്നുന്നു ഒരു 3 പ്രാവശ്യം ചുറ്റും, എന്നിട്ട് അവസാനമാകുമ്പോഴത്തേക്ക് നിർത്തിയിട്ടും നോർമൽ ബോളിൽ കളിക്കും. എല്ലാവരും ചുറ്റാൻ പഠിപ്പിച്ചു കൊടുത്താ. ബാറ്റ് ഇരിക്കുന്ന ടീമില്ലേ, ഒരാളിരിക്കണം സെപ്പറേറ്റ് ബോൾ ചുറ്റാനേ, ചുറ്റി വച്ചേക്കണം. അത് ചുറ്റാൻ വേണ്ടി ഒരാളെ ഇരുത്തണം. ഇങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു ടാപ്പിൽ എത്ര ബോൾ ചുറ്റാൻ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഒരു ടാപ്പിൽ ഞാൻ 3 ബോൾ ചുറ്റി. ഈ 3 ബോൾ ഒരു ടാപ്പിൽ ചുറ്റിയാണ്. ഈ 3 ബോൾ ഒരു ടാപ്പിൽ ചുറ്റി. അപ്പം കറക്റ്റ് 3 എണ്ണം ടീം. എനിക്ക് തോന്നുന്നത് ടാർസനൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇത് കളിക്കാൻ പോകുന്നതല്ലേ. അല്ല, ഇത് ടാർസൻ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കളിക്കാൻ പറഞ്ഞ ഒരു 3-4 പേര്, അനന്തു, ഷിയാസ്, അവരാരും വിളിച്ചപ്പോ തന്നെ പറഞ്ഞു, ചേട്ടാ ഞാൻ കളിച്ചിട്ടില്ല ടാപ്പ് ബോളിൽ. നമ്മൾ നമ്മള് പണ്ട് പിന്നെ ഈ ഗെയിം കളിക്കുമ്പോ നാണം കെട്ട് തോക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ആറ് ബോൾ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 6 ബോളേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ഓവർ കഴിയുമ്പോഴേക്ക് പിള്ളേർ വന്നു കഴിഞ്ഞാൽ വീണ്ടും ടാപ്പിൽ ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നേന്ന് ചുറ്റണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ബാറ്റ് ചെയ്യുന്ന ടീമിൽ തന്നെ ആയിരിക്കും ഒരാളെ സെലക്ട് ചെയ്യും. ഇത് അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ അവനെ പഠിപ്പിക്കും. ടാർസനൊന്നും ഈ ബോളിലാണ് കളിക്കുന്നത് എന്നുള്ള അറിയത്തില്ല. പുള്ളി നോർമൽ ടെന്നീസ് എന്ന് പറഞ്ഞ് വരും. മിക്കവാറും കലം കേട്ടാ, ചുക്കാമണിക്കൊന്നും കലങ്ങും. അതാണ് AP ഒന്നും ഇല്ലാതെ വരും പുള്ളി ഇങ്ങനെ ചിരിച്ച് കളിച്ച്. രാമനും ടാർസനും ആണ്ട ടാപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഹോൾസെയിലായിട്ട് പോയി മേടിച്ച് 9 രൂപ കിട്ടും. 9 രൂപ കിട്ടും. സ്ലൈഡ് ചെയ്ത് വരും ഗൈസ്.
സ്വിങ്ങൊക്കെ ചെയ്ത് വരും. വായിലെ കിട്ടിയാൽ പിന്നെ തീ നിന്നോളണ്ട. ആകെ ഒരു ആശ്വാസം മുകളിൽ ഹിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. ഞാൻ, അനീഷ്, ടാർസൻ, രാമൻ, സുബി ഒരു ടീം. എൻ്റെ അനിയൻ ഗണപതി, ഷിയാസ്, അനന്തു, ജസ്റ്റിൻ ഒരു ടീം. 5 പേര് വെച്ചിട്ടാണ് കേട്ടോ. ആര് ജയിക്കും നമുക്ക് നോക്കാം. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടേബ് ബോളിലാണ് കളിക്കുന്നത്. ഇതുവരെ കളിച്ചിട്ടുണ്ടോ? ഇല്ല. രാമൻ കളിച്ചിട്ടുണ്ടോ? മുട്ടപ്പഴം കണക്കിരിക്കണം. മുട്ടപ്പഴമൊക്കെ ഇന്ന് ഒരു തൊണ്ടെങ്ങാനും കിട്ടും. എനിക്ക് ബൗൾ ചെയ്യണ ഒരു വാക്കെല്ലാം എറിയരുത്. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത മാറി മാറി വെക്കുന്നതിന് കുഴപ്പമുണ്ട്. ബുദ്ധിമുട്ടുണ്ട്. സഞ്ജു കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തതന്നെ. രാമ, ഇത് ടേബ് ബോളിൽ നമ്മള് KMCC-യുടെ ടൂർണമെന്റിന് അനുബന്ധിച്ചുള്ള പ്രാക്ടീസ് ആണ്. അറിയാലോ, മുകളിലോട്ടൊക്കെ അടിച്ച് പഠിച്ചോ. 2 തൊണ്ടാകാനെടുത്ത് വെക്കുകയാണ്. ഇതാണോ എത്ര ഇതെങ്ങനെയാ ഇത്രയും നീ മാറ്റി നമുക്ക് ഇത് പൊട്ടും. ഇത് പൊട്ടി കഴിഞ്ഞാൽ അപ്പൊ മാറ്റിട്ട് പുതിയ ഒന്ന് നൊട്ടിക്കണം. പുതിയ എക്സ്പീരിയൻസ് അല്ലേ? ഇങ്ങനെ കളിച്ചിട്ടില്ലല്ലോ. നിനക്ക് വല്ല ടേപ്പ് ബോളിന്റെ അതിലെ എറണാകുളം 40,000 ടൂർണമെന്റ് അതെന്താണ് ജനുവരിയിലടാ. അപ്പൊ ഇനി സ്ഥിരം ടേപ്പ് ബോൾ കളിയാ. ട്രോഫി ഉണ്ട്, ട്രോഫി ഉണ്ട്. പിന്നെ ഇത് പാലുണ്ണി, മിൽക്കുണ്ണി എന്ന് പാറോട്ടോണത്തുള്ളവരെല്ലാരും വിളിക്കും. ഇവന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവന് വണ്ടിയിൽ സ്പീഡിൽ പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ ഈ മീശ വന്ന് കണ്ണി കുത്തും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അല്ലടാ. പിന്നെ അളിയൻ കോഴിപ്രേമിയാണ്. ഏത് മറ്റേ വളർത്തണ കോഴി. അതുകൊണ്ട് തന്നെ കോഴിപ്പൂട കളറിൽ ഹെയർ. അല്ല, ഒറിജിനൽ പേരെന്താടാ നിന്റെ? ഉണ്ണികൃഷ്ണൻ. ആ നല്ല പേരുള്ളവനെയാണ് പാലുണ്ണി നമ്മൾ വിളിക്കുന്നത്. പാലുണ്ണി, വെൽക്കം ടു ദ. കളിക്കാനൊന്നുമില്ല കേട്ടോ. നമ്മളെ സഹായം പാവം വേണം. ഇത് ഒട്ടിക്കുമ്പോ ഈ ബോൾ ഉണ്ടാവുന്നത് പ്രത്യേകത എന്താണ്? സ്പീഡ് കൂടും, സ്വിങ്ങി വരും. നമ്മൾ മറ്റേ കണക്കല്ല, നല്ല ബേസ് വരും, സ്ലൈഡ് ചെയ്ത് വരും. അങ്ങനെയാണ് പ്രത്യേകത. പക്ഷെ തട്ടിയാൽ ഹെൽമെറ്റ് വെച്ചോ? എനിക്ക് നമ്മളൊക്കെ ടീം ഗണപതിയുടെ കരച്ചിലുണ്ടാ തോന്നുന്നു. നമ്മളെ ടീമിൽ രാമന് ടാർസനൊക്കെയാണ്. നീ എതിർ ടീമിനെ നോക്കണ്ട, നീ നിന്റെ കളി കളിക്കുക. നിന്റെ ഇൻഡിവിജ്വൽ പ്ലേ ഡെവലപ്പ് ചെയ്തെടുക്കുക. അറിയാലോ, അല്ല ബാക്കി എതിർ ടീമിനെ ടാർസനെ രാമനങ്ങോട്ട് പേടിക്കാതാ. ചുണ്ണാമുണ്ടാ. വിജയവും തോൽവിയൊന്നും അല്ല. നീ നിന്റെ കളി കളിച്ച് നീ കപ്പ് കൊണ്ടുപോ. നീ തിന്നെ അത്രയോ. പക്ഷെ നീ ജയിക്കണം. ഇന്ന് കപ്പ് എടുക്കാൻ വേണ്ടി നീ ഒന്ന് ജയിച്ച് കാണിക്കണം. ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുള്ളിയുടെ കാല് മുട്ടളോ ഇങ്ങനെ പോകും. തിരിച്ച് കളി കഴിഞ്ഞ് പോകാം. ഒരു സൈഡിൽ ആക്ഷൻ ഫണ്ട് നടക്കുന്നടാ. നമ്മള് പറയണതിന്റെ കൂടെ അത് കാണിച്ചു കൊടുക്കും. പുള്ളിക്ക് അതിനെ കൊണ്ട് പറ്റില്ല. അതിന്റെ ചുരുക്കാണ്, മനസ്സിലായില്ലേ? എന്റെ ആക്ഷൻ സോങ്ങിന് എത്ര ഫാൻസ് ഉണ്ടെന്ന് അവർക്ക് അറിഞ്ഞൂടാ. ടോസ് കിട്ടി, നമ്മൾ ബാറ്റിംഗ് എടുത്തിരിക്കുകയാണ്. ടാർസനെ ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഇല്ലാത്തതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട് ഗൈസ്. കുഴപ്പമില്ല, അത് എന്റെ പരമ്പര. ഈ ഉണ്ണിയുടെ കത്തോളെ എന്റെ പരമ്പര നിന്ന് പോകുമ്പോ എന്തോ 6 കളിയാണ്. മുകളിൽ അടിച്ച 6 ആണ് കേട്ടോ. പുള്ളിക്ക് അഭിനയിക്കാനുള്ളതാണ്. പടം കമ്മിറ്റായിട്ട് നിൽക്കുകയാണ്. 2 ഓവർ 16 റണ്ണ്. ഭയങ്കര മോശപ്പെട്ട കളി രീതിയിലാണ് കളി വെക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബാറ്റിങ്. സച്ചു ഒന്നും അടിക്കുന്നില്ല. ഒന്ന് 28 2.2. സച്ചു 10 ബോൾ 27. സുബിൻ ടാർസൻ 4 ബോൾ 1. ആക്ഷൻ കാണിക്കുന്നുണ്ടേ പുള്ളി. ഒന്നുമില്ല, എല്ലാം ഡോട്ട്. ഒരെണ്ണം കിട്ടി, ഒരെണ്ണം അമ്മിഞ്ഞ ഒന്ന് പോയി. 3 ഓവർ 35. സുബിൻ ടാർസൻ അടിക്കണം. പേടിച്ച് മാറി പോവല്ലേ. ഷോട്ട്, ഗുഡ് ഷോട്ട്. സച്ച് 45. ഒരു 6 അടിച്ച് 50 ആവും. ഷോട്ട് 6. സച്ച് 50. 7 ബോള് 2 റൺ. എന്താണ് പക്ഷെ മനസ്സിലാവുന്നില്ല. മങ്ങാണ്. ടാർസ എന്തെന്ന് കാണിക്കണ. 8 ബോൾ 2 റൺ. ഓപ്പണിങ് ഇറക്കി കൊളിച്ച്. അയ്യേ
നമ്മളാണ് പറയേണ്ടത് അയ്യെന്ന്, നിങ്ങളല്ല പറയേണ്ടത് അയ്യെന്ന്. 2 റൺ ഒന്നും പറയാല്ലേ. അനീഷ് സച്ചോടെ എറണാകുളത്ത് 1.5 ലക്ഷം രൂപയുടെ ടൂർണമെന്റ് കാണിച്ചതിന്റെ അത്ര ആയില്ല. നൊന്തറ കപ്പലിന് നൊന്തറ ഡേ, കപ്പലിന് നൊന്തറ. അതെ, ഇപ്പോഴത്തെ കാര്യം പറയപ്പെടുന്നത് എറണാകുളത്തെ കാര്യം പറഞ്ഞത്. ഇപ്പോഴത്തെ കാര്യം പറയുമ്പോഴേ എറണാകുളത്തെ കാര്യം പറയണ്ടാ ഡേ. 5.63. ടാർസന്റെ ഫാൻസ് എങ്ങനെ സഹിക്കും? കുഴപ്പമില്ല. 10 ബോളിൽ 3 റൺ. 10 ബോളിൽ 3 റൺ. അത് 2 റൺ ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചത്. ചോര ഒലിക്കണ്ട നെഞ്ചില്. വെളിയിൽ പോണ്ടായി. ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലെയർ. ഒരു വിക്കറ്റ് ഇതെടുക്കല്ലേ ജയിക്കാത്രടാ? എതിർ ടീമിന് 1 വിക്കറ്റ് പോലും കൊടുക്കാൻ. എത്രടാ? 82. അവര് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് 82. 82 ഞാൻ പറയാം. 82 76 റൺ എവ അടിച്ചത്, 3 റൺ വൈഡ്. എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, ടാർസനെ പോലെ ഒരു പ്ലെയർ അപ്പുറത്തുണ്ടാവണേ. ഇല്ല ട്രോഫി പോകുക. അനീഷിന്റെ ഓപ്പണിംഗ് ഇറക്കിയിട്ടേ 2ാമത്തെ വളം കയറാന്ന് വിചാരിച്ചു. 6 ഓവർ നിന്ന് കളഞ്ഞേ. ഞാൻ പഴയ ദ്രാവിഡാണെന്ന് അവൻ അറിഞ്ഞൂടാ. കളി ഇറങ്ങൂല. കളി ഇറങ്ങിയാലും കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല, ഔട്ടാവും. ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മളടുത്ത് തന്നെ വരും കളി. ഞാൻ കുറച്ച് ഫണ്ട് കൊടുത്തതേ. അങ്ങനെ എടുത്താടാ അത്. ഈ അമ്പയറിൽ നിന്ന് നല്ല ഇടി കിട്ടില്ല, ഒന്നും അറിഞ്ഞൂടാ. 6 ഒക്കെ അടിയുമ്പോ ഔട്ട് കൊടുക്കും. ഔട്ട് ഇത് ഒന്നല്ലേ ഔട്ട് എന്ന് സംശയം. കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന മീൻ പിടിക്കുന്നത് പിടിച്ചാനാടാ ഇവൻ തട്ടിക്കളയണടാ. ആ വീഡിയോ കാല് പോലും കൊണ്ടില്ല. ഇല്ലടാ തട്ടായിരുന്നു. ചുമ്മാ കടലിൽ മീൻ പിടിക്കണം കിട്ടണില്ല. ഓ 6. 4 ഓവറിൽ 55. ബോളിംഗ് മെഷീൻ മടക്കറിഞ്ഞാ അല്ല വേറെ അറിഞ്ഞൂടാ, കൈന്നറിയായിരുന്നു. നമ്മളെ ചെറിയ ആളില്ലല്ലോ. എന്ത് ചെയ്യാനാ നമ്മള് തിരുപ്പ് ബോളറെ കൊണ്ടുവന്നു. സുനിൽ നരെ ഇതെന്ന് കളിയല്ലോ ഒരു ടാർസൻ അധികം ഓടാതിരിക്കുന്നതല്ല, കാരണം ലിഗമെന്റ് ഇഷ്യൂ ആണ്. ഇപ്പം എല്ലാം പറ്റി നമ്മൾ കളി നിർത്തേണ്ടി വരും. ടാർസൻ കീപ്പർ പോയി, ഇനി കയ്യിൽ കിട്ടേയില്ല. 30ൽ 1 വിക്കറ്റായി. പറയാം, ഒരു സെക്കൻഡ് ഇല്ലാതായില്ലെങ്കിൽ വന്ന് കളഞ്ഞു. കൈ തട്ടി 2ാം ജന്മേ കള്ളറില് ഒന്നി പഠിച്ചാ 3 3ാമത്തേലും ഓർക്കോ. ഇവിടെ അവിടെ പാടി ബോളെടുത്തിട്ട് 3 വട്ടം. ഈ ഫണ്ണെല്ലാം പിടിച്ചെടുക്കണ ആകർഷ വിലപ്പെട്ട ഫണ്ണായത്. കാരണം ഇത് ഡയലോഗ് മാത്രമല്ല, ആക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നെ ഇച്ചി കളിയാക്കിയാലും വേണ്ടൂല. പുള്ളി സ്കോർ ചെയ്തിട്ട് 2 ഓവർ 44 ക്യാപ്റ്റൻ പോയിരിക്കുകയാണ്. അനീഷാണ് ക്യാപ്റ്റൻ. 2 ഓവറിൽ 47 റണ്ണ്. ഞാൻ ഉൾപ്പെടെയുള്ള ബൗളർമാരെ ഇറങ്ങി പിടിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ 1 11 38. 11 38.
10 ബോളിൽ 38. 9 ബോളിൽ 32. ക്യാപ്റ്റന്റെ കളി കളിക്കുന്നുണ്ട്. 8 ബോളിൽ 32. 8 ബോളിൽ ഒരു 5 സിക്സും ഒരു ഡബിളും പോയാലേ ജയിക്കുള്ളൂ. 7 ബോളിൽ 26. ക്യാപ്റ്റനെ 3 റൺ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലേ, എന്നെ 3 റൺ ഒരു വിക്കറ്റാണേ. എൻ്റെ ഓവർ 3 റണ്ണ് ഒരു വിക്കറ്റ്. ഫണ്ട് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞതിന് വല്ല മാറ്റം അത് കറക്റ്റ് വീഡിയോ കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ് കയറും, ഇറങ്ങി കളയും. ഇനി 23. 5 ബോളിൽ 23. 4 ബോളിൽ 17. 4 ബോളിൽ 17. 3 ബോളിൽ 15. അതായത് 3 ബോൾ 6 വേണം. സ്കോർ ആയിട്ടില്ല, അലമ്പുന്നേ ഉള്ളൂ. അലമ്പിൻ്റെ ഒടുവിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട് 17. 3 ബോളിൽ 17. 3 ബോൾ 6 അടിക്കണം. ഏറെക്കുറെ ജയിച്ചു. 2 റണ്ണാണ് ഇപ്പോൾ പോയത്. 2 ബോളിൽ 15. 2 ബോൾ 6 അടിച്ചാലും 1 ബോളിൽ 15. ഞാൻ ബാറ്റിങ്ങിൽ അത് പാളിയെങ്കിലും എൻ്റെ ഒരു ഓവർ 3 റണ്ണും ഒരു മെയിൻ വിക്കറ്റാണ് ചെയ്യുന്നത്. പുള്ളി 3 റണ്ണേ അടിച്ചോളൂ, 3 റണ്ണേ കൊടുത്തോളൂ. നല്ല കളിയല്ലേ? ഒരു കളി ജയിച്ചു. ബെസ്റ്റ് ഓഫ് 3 ഇല്ലാണ് നമ്മുടെ കളി. നമ്മൾ ജയിച്ച കപ്പ് കൊണ്ടു. ടോസിട്ടാ അടുത്ത കളി. ഞാൻ നോക്കിട്ടേ നിന്റെ വ്ളോഗിന് വേണ്ടി അവൻ ഒരുപാട് ഫണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഗവനിക്കണേ കേട്ടോ. സച്ചിന്റെ വ്ളോഗ് ഒന്ന് കേറാൻ വേണ്ടിട്ട് ബിജു നല്ല കഷ്ടപ്പെടുന്നുണ്ട്. 3 ബോളിട്ട് അമ്മാനമാടുക, എനിക്കെതിരെ ഫലിതം പറയുക വിത്ത് ആക്ഷൻ. ഞാൻ നല്ല ഫലിതം പറയുന്നത് ഇല്ലടാ. ഈ ബോൾ ചുറ്റാൻ പഠിക്കും. ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ ടാർസ? പിന്നെ പറ്റിയില്ലെങ്കില ഇതൊക്കെ പുതിയ എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ ചെയ്തുതരാം. ഫിലിം സ്റ്റാർ സുബിൻ ടാർസൻ ബോൾ ചുറ്റുന്നത് കണ്ടോ? അതെ, ടാർസൻ അറിയാം. ഒറ്റ വരി അടിച്ച് അങ്ങനെ അടിച്ചത്. നിങ്ങൾ അത്ര ടൈറ്റത് അടിക്കണ്ട. പണ്ട് ഇലക്ട്രിക് പഠിക്ക് പോയിട്ടുണ്ടല്ലേ? ഉണ്ടല്ലേ രാത്രിയിലെ പിള്ളേര്. ഫസ്റ്റ് കളി നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ കളി നമ്മളെ ബാറ്റിങ്ങിന് അയച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ഇത് പ്രകാരം നമ്മൾ ഒരു അത്ര സ്ട്രോങ് ടീമല്ല. പക്ഷെ അവരുടെ ടീമിൽ എറിയാൻ തന്നെ 4 പേരുണ്ട്. നമ്മളിലൊക്കെ ടാർസനൊക്കെയാണ് എറിയണത്. ടാർസൻ എന്ന് പറയാൻ അറിയാല്ല, ലീഗൽ ബോളിംഗ് അല്ലെങ്കിലും നമുക്ക് എറിഞ്ഞാൻ പറ്റും. വേറെ നമുക്ക് എറിയാൻ പറ്റും. നമ്മളതിന് 6 ഓവർ അറിയാൻ തേഞ്ഞു. അപ്പോൾ ടാർസൻ്റെ ഇത് ലീഗലായിക്കണം. കാരണം ടാർസന് KMCC ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാർസൻ നമ്മൾ കാണുന്ന ഒരു ബോളിംഗ് മെഷീനെ പോലെയാണ്. പേസിലാണെങ്കിൽ എറിയാം. കാരണം അവനൊക്കെ നമ്മുടെ ടീമിലുള്ള ആൾക്കാരാണ്. എന്നിട്ട് ടാർസന്റെ ബോളൊക്കെ അടിക്കണം. കരൺ അമ്പാലിനൊക്കെ നമുക്ക് ഓട്ടിക്കാനുള്ളതല്ലേ? അതെ, എന്നെക്കാളും സ്പീഡിൽ എറിയണവന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ നേരിടാനുള്ളതാണ്. അപ്പൊ അതിൽ എന്റെ ബോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ ഇരിക്കാനേ പറ്റൂ. അതത്രേ ഉള്ളൂ. അതൊക്കെ അടിച്ചു പഠിക്കണം. നമ്മളെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ പുള്ളിക്ക്. ഇപ്രാവശ്യം നമ്മുടെ ടീമിൽ നമ്മൾ ഏറ്റെടുത്തു. ഇതല്ല നമ്മളെ ഏരിയയിലെ പയ്യന്മാരാണ് പോണത് കളിക്കാൻ. ബേബിയുടെ ഒരു 6 1.something ബോളായി 16. ഇതൊന്നും പോരാ. അവിടെയൊക്കെ ഒരു ഓവർ പിടിച്ച് 30-36 അടിക്കണത്. നല്ല ബോളേഴ്സിന് വരെ 24 അടിക്കും. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓവർക്ക് എറിയുമ്പോൾ ഇതുപോലെ പൊട്ടും. അപ്പം നമ്മളിങ്ങനെ വലിച്ചിളക്കി കളഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും? ഇത് വലിച്ചിളക്കി കളയാൻ നമുക്ക് ആളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ പൈസ കൊടുത്ത് ആളെ ഇറങ്ങിയിട്ടുണ്ട്. മിൽക്കുണ്ണി എത്ര ശമ്പളം എത്രടാ? ഇവന് ഒരു സെൽഫി പുള്ളിക്ക് തമാശകളുണ്ട്. ഞാൻ നേരത്തെ ഇത് കണക്കൊന്ന് കറയുമ്പോ ഇവിടെ ഇത് ഭയങ്കര ചിരിയും കളിയായിരുന്നു. അനീഷൊന്നും ഒന്നും അടിച്ചില്ല. രാമ അനീഷ് എത്ര? 5 ബോളിൽ 10. കാളയിലിരിക്കുന്നതാണ് കണ്ടിട്ടുണ്ടല്ലോ. അത് പ്ലാസ്റ്റിക് ബോൾ.
എന്ത് കാണിക്കണം? നേരത്തെ ഇവിടെ നിന്ന് എന്തൊക്കെ പറയണ്ടടാ ആകർഷ എന്നെ പറ്റി. ഞാൻ കളിക്കാരനല്ല ഗൈസ്, നിങ്ങൾ എൻ്റെ കളികളൊക്കെ ഇതിനു മുമ്പും ബ്ലോഗിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇവനൊക്കെ മെയിൻ കളിക്കാരന്മാരാണ് ഈ ഇന്ന് കാണിക്കുന്നത്. ഇവൻ കളിച്ച് ഓക്കെ ഒരു ടീമിലായിട്ട് പറഞ്ഞടിച്ചു. ഗണപതി ട്രോഫിക്ക് വേണ്ടി നിൽക്കുകയാണ് കേട്ടാ, ചത്തു നിൽക്കുകയാണ്, മരിച്ചറിയാണ്. ഇടയ്ക്കിടയ്ക്ക് ട്രോഫിയിൽ നോക്കണ്ടാ, ട്രോഫിയിൽ ചിറങ്ങി നോക്കണം ഗണപതി. റണ്ണേറട്ടെ. ഈ ട്രോഫി കൂടി കൊണ്ടുവരാൻ എൻ്റെ വീട്ടിലെ ഷോക്കേസ് നിറയെ ട്രോഫിയാണ്. ഇതൊന്നും വയ്ക്കാൻ സ്ഥലമില്ല. ഇനി വീട്ടിൽ എവിടെയെങ്കിലും കസേര എടുത്ത് വെച്ചിട്ട് എൻ്റെ മുകളിൽ വെക്കേണ്ടി വരും. അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. മൈൻഡ് ചെയ്താ പുഴുക്കുന്നു. ഞാൻ വിചാരിച്ചു നീ വേറെ എന്തോ കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലെ മുറിവിലായി പോയി കൈസ്. എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു കേട്ടോ. സ്വന്തമായിട്ട് ഞാൻ നഖം വെച്ച്. ബോൾ കീറിയെന്നോണ്ടാ. 4 ഓവർ 48 റണ്ണ്. സ്കോറില്ല. ഈ ഒരു ഓവറിലാണ് റണ്ണ് കയറിയത്. കാരണം അവന്മാർ ടീം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ടീം ഏറിയ ആള് കുറവാണ്. ഒരു മെയിൻ പ്ലെയറുടെ ഫീൽഡിങ് ഉണ്ടല്ലോ, മെയിൻ പ്ലെയർ. ഞാൻ ഇത് സ്റ്റേറ്റ് ലെവലിലൊക്കെ സ്കൂളിൽ നിന്ന് കളിക്കാൻ പോയതാ. സിമ്പിൾ ക്യാച്ച് വിട്ടിട്ട് വന്നിട്ടുണ്ടോ. ഒരു ഹായ് പറ. സ്റ്റേറ്റ് പ്ലെയർ ഞാൻ എറിഞ്ഞ് നിങ്ങളെ ദേഹത്തുണ്ട്. അതിന്റെ വാശി എനിക്ക് കിടപ്പുണ്ട്. KNCC-യില് മെയിൻ കളിക്കാരന്മാരാ. ഈ ക്യാച്ചൊക്കെ വിട്ട ഇവന്മാർക്ക് സത്യം പറഞ്ഞാ 10 ചാട്ടവാറടിയെങ്കിലും കൊടുക്കണം. 10 ചാട്ട വാങ്ങിയാൽ കുറച്ചു നേരം ആകർഷന്റെ ടൈപ്പ് കാര്യം. ഈ 2025 കാലഘട്ടത്തിലും ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ ഒരു ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഒരു ഐഫോണോ യൂസ് ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സിറ്റിയിൽ ജീവിക്കുന്ന പാലിന് മാത്രമാണ്. ഇത് കണ്ടോ, കാരണം പുള്ളി ഇത് എടുത്തതിന്റെ കാര്യം വെച്ചാൽ പക്ഷേ ഈ ഫോൺ വെച്ചിട്ട് അവരാണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം അതെ. അതുപോലെ തന്നെ ഈ ഫോണ്, ഇവനൊരു ഐഫോണൊക്കെ ഉണ്ടായിരുന്നു. അത് വിറ്റ് എന്തിനാന്ന് വെച്ചാൽ കോഴി വാങ്ങാൻ. പുള്ളിക്ക് കോഴി വളർത്തല്, പന്നി വളർത്തല്, അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ബൈക്ക് മറിച്ച് വിൽക്കലുണ്ട്. ഇന്ന് സ്പ്ലെൻഡറിലാണെങ്കിൽ നാളെ ഡ്യൂക്കിൽ വരും. എന്നിട്ട് 60,000 രൂപയ്ക്ക് എടുത്തിട്ട് 35,000 രൂപയ്ക്ക് കൊടുക്കും. അതൊക്കെയാണ് പുള്ളി. ലാഭ ബിസിനസ്സാണ് വാങ്ങണവന്. അങ്ങനത്തേക്കുള്ള ചെറിയ ചെറിയ ബിസിനസ് മൈൻഡാണ്. ലാഭമാണ് ഇവൻ്റെ അത് വാങ്ങണാക്ക്. എവനില്ല. 5 ഓവർ 62. അനീഷ് 49ലേക്ക്, ബേബി 49. ഗണപതിക്ക് മാനസികമായിട്ട് തടയും, കാരണം 50 അടിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല എന്റെ ബോളിൽ ഔട്ടായി പോയി. പുലിമുരുക സ്റ്റൈൽ. അത് കയറിയതായി പുലിമുരുകൻ ഷോട്ട് എന്നത് അറിയപ്പെട്ടെ. ഇവന്മാര് കാൽക്കുലേറ്റ് ചെയ്യണ കേട്ടാ, അതിൽ കൂടുതൽ അടിച്ച് എന്ന് പറയാൻ വേണ്ടി. നമ്മളെ ഈ ബാറ്റിംഗ് നേരെ ഒരു സ്ലോ സ്റ്റാർട്ട് ആണെങ്കിലും കഴിഞ്ഞ കളിനെക്കാളും സ്കോർ എടുത്തു. 87, 6 ഓവർ 87, 88 റണ്ണാണ്. അതിൽ അനീഷ് 50 എടുത്ത് വെൽ പ്ലേഡ് അനീഷ്. പക്ഷേ സുബി കുറച്ചുകൂടിയൊക്കെ പ്ലേ ചെയ്യണം കേട്ടോ. ഇതൊന്നും കളിച്ചാൽ പറ്റില്ല സുബി. നിന്നെയൊക്കെയാണ് നമ്മൾ മെയിൻ എന്ന് പറഞ്ഞു കൊണ്ടുപോകണം. ടാർസൻ തിരിച്ചു വന്നു ഗൈസ്. ആദ്യത്തെ 2 ബോൾ 6 പോയി. ഇപ്പൊ തിരിച്ചു വന്ന ഒരു ബോൾ ഡോട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓവർ കൊടുത്തു, അതാകുമ്പോ അടി ബേഷ കിട്ടുമല്ലോ. ഇനി ടാർസൻ സംസാരിക്കൂല. 6 വീണ്ടും 6 ടാർസന്. 3 6 കണ്ടായി 20 ഒരു ഓവറിൽ 5 ബോളിൽ 20 റൺ. ടാർസന്റെ മിന്നൽ തിരിച്ചു വരവ്. ഡോട്ട് ഇത്തവണ അടിച്ചു ഗൈസ്. ആദ്യമേ നമുക്ക് തരരുതായിരുന്നു. അത് കണ്ണി കണ്ടില്ല. ഇനി 24 ബോളിൽ 58 റണ്ണാണ് അവർക്ക് ജയിക്കുക. ഇല്ല, വെടിയില്ല.
ഞാൻ അവിടെ ചെയ്യായിരുന്നു. നമ്മളെ ക്യാമറാമാനെ പറ്റിയാണ് റൺഔട്ട് സമയത്ത് രാമന്റെ വായിലെ ആംഗിൾ വെച്ചിരിക്കണ്. അങ്ങോട്ട് പിടി തിരി. ജയിക്കാൻ 18 പോലും 38 അവർക്ക്. ഇത് പിടിക്കാനും പറ്റൂല. പന്ത്രണ്ട് ബോളിൽ 32 റണ്ണ്. വൈഡ് 12 ബോളിൽ 31. 12 ബോളിൽ 30, 2 വൈഡ്. ഈ ചെണുകന് പ്രാന്താണ്. 3 വൈഡ്, 4 വൈഡ് ഗൈസ്, 4 വൈഡ്. വാ കൊണ്ടില്ല ബ്രോ. അത് പിടിച്ച് വെക്കായിരുന്നു. ഒന്നും ചെയ്തിട്ട് ഒളിക്കാൻ പോലും പറ്റില്ല. അണ്ണാക്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ക്യാമറ. എന്ത് ചെയ്തിട്ട് തിരിയപ്പോ എങ്ങനെയാടാ? അയ്യോ. ലാസ്റ്റ് ഓവർ 24 റണ്ണ്. അതായത് 6 ബോളിൽ 4 സിക്സ് വേല കഴിഞ്ഞു. 5 ബോളിൽ 23. 4 ബോളിൽ 23. വൈഡ് പോയി 22. വീണ്ടും 4 ബോളിൽ 21. 20. 4 ബോളിൽ 20. 3 ബോളിൽ 20. മര്യാദയ്ക്ക് ഇറങ്ങിയാ ജയിച്ചു. ഒരു ബോൾ 18 റണ്ണാണ്. രണ്ടാമത്തെ കളിയും ജയിച്ചു. നമ്മൾ കപ്പെടുത്തിരിക്കും. 2 കളി ജയിച്ചു. അടുത്ത കളി സ്റ്റാർട്ട്. 3ാമത്തെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കളി എങ്ങനെയും ജയിക്കണമെന്നാണ് ഗണപതിയുടെ ആഗ്രഹം. അതോ അവന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോയോന്ന് അറിയത്തില്ല. ചോദിച്ചു നോക്കാം. എന്താണ് ഈ കളി നിങ്ങൾ തോക്കും. ഓക്കെ, അവന്റെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഈ ബാറ്റ് ചെയ്യണവനെ കൊണ്ട് പുഴിപ്പിക്കണം. ഓക്കെ, കാണാം. ഒരു ടൈപ്പ് വെള്ളം കയറുക. കളിയുടെ ഇടയ്ക്ക് എല്ലാവരും ചെറിയ വിശ പഠിച്ചോണ്ട് ബിസ്ക്കറ്റ്. ബിജോയ് ഓട്ടോക്ക് കടല് വാരി തിന്നല്ലേ. ഫ്രണ്ടിലെ അമ്മ കളിക്കില്ല. ഈ ഓവർ വേണം വേണ്ടാതെ. ബോളും തല ഒരുപോലെ ഇരിക്കും. ഗണപതി അത് മോശമായി. ഒരു സിക്സ് അടിച്ചതും പറഞ്ഞു. പിന്നെ ഒരു സിക്സ് അടിച്ചത് ദേഹോപദ്രവം ഞാൻ വെച്ച് പറപ്പിക്കൂല. ബോളും തല ഒരേപോലെ വീണ്ടും തലയാണ് ലക്ഷ്യമാക്കിയാ. അടിച്ചോണ്ട് രക്ഷപ്പെട്ടു. വീണ്ടും തല പോയി. ദേവ് കൊള്ളാടാ. ഞാൻ എന്തായാലും ഉണ്ടാവും. ഞാനും ഉണ്ടാവും. ഞാൻ അവിടുത്തെ കുറെ ടീമുകളെ കൊണ്ടുവരും. എന്നിട്ട് നമ്മളെ തന്നെ
ഇതിനൊക്കെ വീണ്ടും പിന്നെ ഇളക്കണം അത് ഇത് ബാറ്റ്സ്മാൻ അനുകൂലമാണ് ഈ ബോൾ കോളർ തന്നെയാണ് ഇത് മാറ്റണത് 5 ബോൾ 5 6 ജസ്റ്റ് 5 അടിച്ച് ലാസ്റ്റ് വലിയ പാവമൊന്നുമല്ല 6 ബോളിൽ 6 ബോൾ 6 ഷവായി തിന്നണം ആഗ്രഹം വരുമ്പോഴല്ല അവന് നാണം കെട്ടാലും വേണ്ടൂല ഷവായി കഴിക്കാലോ. എന്നാലും ജസ്റ്റിനെ ഈ 6 ബോൾ 6 6 എന്നൊക്കെ പറയുന്നത് മോശമാണ്. അതാരാ അടിച്ചത്? മെയിൻ ബോളറെ പിടിച്ച് സ്ട്രെയിറ്റ് കൊടുത്തിളങ്ങി. ഗൈസ് ഇവിടുത്തെ ബാറ്റിങ്ങിലെ ഏറ്റവും സമ്പൂർണ്ണ പരാജയം ഇന്ന് ഞാനാണ്. ഓ 114 നമ്മുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ഇന്നത്തെ ടോപ്പാണ്. നമ്മളൊരു ടീമാണ്. എന്നെ നോക്കി പറഞ്ഞത് എനിക്കിത് ലാഭം ഇന്നത്തെ ജസ്റ്റിന് അളിയ 36 കുഴപ്പമൊന്നുമില്ല. നല്ല ബോളർ അല്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ബോളർ അല്ലല്ലേ ജിമ്മി പോകണോണ്ട് ഇപ്പൊ വിങ്സ് ഇല്ലെങ്കിൽ അളി 100-160 വിങ്സ് പിടിക്കാണ്ട് ഇപ്പം അവർ വാശിക്കാണ്. നമ്മൾ ഈ കറിയോട് ജയിച്ചാൽ നമുക്ക് ട്രോഫി കൊണ്ടുപോകാം. ഇല്ല ഗണപതി ജയിക്കുമെന്ന് വെല്ലുവിളിച്ച് നടക്കൂല. 108 റൺ അവർ അടിച്ചേക്കെങ്കിൽ അടിക്കും. അത്രേ ഉള്ളൂ. ചാർസന ഫസ്റ്റ് ഓവർ 15 ടാർസൻ ഈ ഓവർ 15 ഇനി എന്ന് ചെയ്തു പോടാ നീ. അടുത്ത കളിയില്ല 11 മണിക്ക് ഇറങ്ങണമല്ലോ ഇവിടുന്ന്. ഈ റണ്ണൊന്നും പോകില്ലായിരുന്നു. എൻ്റെ ഒരു ക്യാച്ച് കിട്ടു ഗൈസ്. മെയിൻ ബോളറെ പിടിച്ചാറാണ്. പിന്നല്ല ഇതിനെ ഡബിൾ 6 കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കേണ്ടി. ഇതെന്തായാലും കളിയിലോ പിടിയടാ. എപ്പോഴത്തെ പോലെ ഞാൻ ലാസ്റ്റ് ഓവർ 22. എത്ര ബോളില്? 6 ബോളിൽ 22. എപ്പോഴും പോലെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ഇത്തവണ സ്ട്രൈക്ക് ചെയ്യുന്നത് അവരുടെ മെയിൻ ബാറ്റ്സ്മാനാണ്. രാമന് ബസ്സിൽ മാത്രമല്ല കേട്ടോ, പിടി ഇവിടെ ഉണ്ട്.
സൂപ്പർ ഓവർ. ആദ്യത്തെ കളി ടൈ ആയി, സൂപ്പർ ഓവറിലോട്ട് പോയിരിക്കുകയാണ്. അതിൽ ഇനി 5 ബോളും കൂടെ, ഒരു ബോൾ ഡോട്ടാക്കി. മൂന്ന് ബോളി ഓൾറെഡി 12 ആയിട്ടുണ്ട്. 3 ബോളി 12. ഇന്നത്തെ പ്ലെയർ സഞ്ജു തന്നെ കേട്ടോ. സഞ്ജു തന്നെ കളിച്ചത്. ഗൈസ്, ഒരു ഓവർ ജയിക്കാൻ 22 ജയിക്കാം. ഒരു ഓവർ നോക്കാം. 6 ബോൾ 21. 5 ബോളില് 15. വീണ്ടും 4 ബോളിൽ 9. 4 ബോളിൽ 9. 3 ബോളിൽ 3. 3 ബോളിൽ 3. രണ്ട് ബോളിൽ 2. 2 ബോളിൽ 2. നീ തന്നെ അറിയാം. വീണ്ടും ടൈ ആയി. ഒരു ബോളി 1. ട്രോഫി നമുക്ക്, കപ്പ് നമുക്ക് 6 ഓവറിന്റെ 4 കളി കളിച്ചു. ഇത്ര കൊറേയൊക്കെ കളഞ്ഞു കേട്ടോ. ഗണപതിക്ക് ജയിക്കണവരെ കളിച്ചോണ്ടിരിക്കണം. അതാണ് ഇന്ന് പുള്ളിക്ക് ഉറങ്ങാൻ പറ്റാത്ത ദിവസമാണ്. കാരണം ഈ സാഹചര്യത്തിൽ ഇങ്ങനെയല്ല പുള്ളി കളിക്കണം. പുള്ളി നല്ല കളിയാണ്. ഇന്ന് കളിക്കാൻ പറ്റാത്തതിന്റെ ഡിപ്രഷൻ സ്റ്റേജിലായി. ഇതിപ്പോ എന്റെ കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് പോയി, അതിലാണ് ഇത്ര റണ്ണ് വന്നത്. ഇല്ലെങ്കിൽ ഈ റണ്ണും വരില്ലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഇപ്പൊ ഞെട്ടി കഴിഞ്ഞു വീട്ടിൽ സഞ്ജു തന്നെ അടിച്ച് നമ്മൾ ജയിച്ചു ഗൈസ്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ശിവൻ ഡ്യൂബിയെ പോലെ ഒരു ലക്ക് ഫാക്ടറാണ്. വീട്ടിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു. അതിന് നമ്മൾ കളിക്കാതിരിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ജയിച്ചിരിക്കുകയാണ്, നമ്മൾ ടീം ജയിച്ചിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു. നമുക്ക് ജനുവരിയിൽ നമ്മൾ ഒരു കളി നമ്മൾ ജയിക്കണം. അതിനുവേണ്ടിയിട്ട് നമ്മൾ കളിക്കുന്നു. ഓക്കെ പുള്ളി ഡിപ്രഷനല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ബൈ ഗൈസ്, ലവ് യു ഓൾ.